ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ? നമ്മുടെ എല്ലാം വീടുകളിലുള്ള പഴയ ഉപയോഗിച്ച് തീർന്ന ബൾബ് കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ഉപയോഗിച്ച് കഴിഞ്ഞ ബൾബ് കൊണ്ടുള്ള ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് മഷ്റൂമിൻ്റെ ഐഡിയ ആയിരിക്കും അല്ലേ? മഷ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഐറ്റം ഇച്ചിരി വേറെയാണെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു പരീക്ഷണമാണ്. എത്രത്തോളം ശരിയായെന്നൊന്നും എനിക്കറിയില്ല. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ക്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എത്രത്തോളം ബുദ്ധിമുട്ട് അതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്നത് അല്ലേ? അപ്പം ആദ്യമേ തന്നെ ആ ബൾബിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും തമ്മിൽ വേർതിരിക്കണം. അത് നമ്മൾ വേർപെടുത്തി എടുത്തതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് എക്സ്ട്രാ ആയിട്ട് വേറൊരു സാധനവും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതായത് ഒരു ബൾബും പിന്നെ വേറൊരു ഷീറ്റ്, അതായത് ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് അധികം വിലയൊന്നുമില്ല. 25 രൂപ 30 രൂപയ്ക്കൊക്കെ ഒരു ഷീറ്റ് കിട്ടും നമ്മൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഫോമിൽ, 6 ആക്ക് ഫോമിലാണ് ഞാൻ ആദ്യമായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഫോം ഷീറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് സ്റ്റിക്കർ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ പുറകിലത്തെ ആ പേപ്പർ മാറ്റിയാൽ നമ്മുടെ യൂഷ്വൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോകാം. അപ്പം അത് ഇച്ചിരി എനിക്കൊരു ആശ്വാസമായിട്ടുണ്ട്. കാരണം അത്രയും ഒരു സമയം ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറയുന്നത് ഒരു റോസ് ഫ്ലവറിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം, കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ ആയിരുന്നു ഫോം ഷീറ്റ്. പക്ഷേ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ലീവ് ഷേപ്പിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലീവ് ഷേപ്പിൽ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒത്തിരി വേസ്റ്റേജ് വരുന്നതായിട്ട് കണ്ടു. ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പോലും അത് പിന്നീട് ഉപയോഗമില്ലാതെ പോകുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നീട് അതിനെ ഒരു ട്രയാങ്കിൾ ഫോമിൽ ഒരു ചെറിയ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഇൻവേർട്ടഡായിട്ട്, അതായത് ഒരു ട്രയാങ്കിൾ അതിൻ്റെ മറുഭാഗത്തൂടെ വേറൊരു ട്രയാങ്കിൾ, അങ്ങനെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ വേസ്റ്റേജ് ഇല്ലാതെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ട്രയാങ്കിൾ ഫോമിൽ കട്ട് ചെയ്തതിനെ ഞാൻ പിന്നീട് തലങ്ങും വിലങ്ങും, ആദ്യം പൂ പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. പിന്നീട് ഞാൻ തലങ്ങും വിലങ്ങും അങ്ങ് ഒട്ടിച്ച് തകർത്തു. അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തത്, ഇതൊക്കെ കണ്ട് ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഐഡിയയിൽ എനിക്കൊരു വിശ്വാസക്കുറവ് തോന്നിയായിരുന്നു, ഇത് ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ. എന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനി ബാക്കിയുള്ള ഭാഗം കൂടെ ഇതുപോലെ തന്നെ ആ ചെറിയ ചെറിയ പീസസ് വെച്ച് ഞാനിങ്ങനെ കവർ ചെയ്തെടുത്തു. അതിന് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ബൾബിൻ്റെ താഴ്ഭാഗമാണ്. ആ ബൾബിൻ്റെ താഴ്ഭാഗത്തിൽ നമ്മൾ ഗ്രീൻ കളറുള്ള ഗ്ലിറ്റർ ഫോമാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു സ്ട്രിപ്പായിട്ട്, ചെറിയ വീതി കുറഞ്ഞ സ്ട്രിപ്പായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ മുറിച്ചെടുത്ത ആ പച്ച സ്ട്രിപ്പിനെ ഞാൻ ആദ്യമേ വെർട്ടിക്കലായിട്ട് വേണോ ഹൊറിസോണ്ടലായിട്ട് വേണോ, അപ്പം ഇതെല്ലാം നമുക്ക് ആദ്യത്തെ ഇതായതുകൊണ്ട്, പരീക്ഷണം ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഓർത്തു, ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് സമയവും കുറച്ച് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഞാൻ ചെറിയ സ്ട്രിപ്പായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനെ റോൾ ചെയ്ത് അത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഒരു ഏകദേശം ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലവർ ബൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിനൊരു ഇച്ചിരി കൂടെ ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ഗ്രീൻ ഫോം ഷീറ്റിനെ ചെറിയ ചെറിയ ഡയമണ്ട് ഷേപ്പിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അതിനെ ഡയമണ്ട് ഫോമിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഞാൻ ഈ റെഡ് കളറുള്ള ആ പോർഷൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുവാണ്. ചെറിയ ചെറിയ ഈ റോസ് ബൊക്കയുടെ ഒക്കെ ഇടയ്ക്ക് ചെറിയ ചെറിയ ലീവ്സ് ഇരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. അത് നമുക്ക് ആ ബൊക്കയുടെ മേൽഭാഗം നമുക്ക് ഇതിൻ്റെ ഗ്രീൻ പോർഷനിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് അത് ആടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂറാക്കി കൊടുക്കുവാണ്. ആദ്യം ആ ബോട്ടിലിൻ്റെ അടപ്പ് നമ്മൾ പശ വെച്ചിട്ട് ആ ബൾബിൻ്റെ പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ആ അടപ്പിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് പശ തേച്ചിട്ട് ഈ പോർഷൻ അതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് നേരം അനക്കാതെ വെക്കും. അപ്പോഴത്തേക്കിനും അത് നമുക്ക് നല്ല സെക്യൂറായിട്ട് അവിടെ ഒട്ടി കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ചെറിയൊരു ബൾബ് ഫ്ലവർ ബൊക്കെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, ബൈ.